വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്, 2012 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഷൻ ഹെവി സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും സസ്പെൻഷൻ നല്ല സൗണ്ടാണ്. ബാക്കിലാണ് ഹെവി ആയിട്ട് സൗണ്ട് വരുന്നത്. ഫ്രണ്ട് നല്ലപോലെ കിട്ട് എന്നുള്ള കട്ട് റോട്ടിലൊക്കെ പോകുമ്പോൾ നല്ല അടിയും വരുന്നുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയറിലെ ഷോക്ക് നല്ലോണം വീക്കായിരിക്കും. റിയറിലെ ഷോക്ക് ഉണ്ട്, കംപ്ലീറ്റും ഓയിൽ അടിച്ചിരിക്കുകയാണ്. ഓയിൽ അടിച്ചത് മാത്രമല്ല, ഇതിൻ്റെ ഡസ്റ്റ് കവർ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ഈ ഡസ്റ്റ് കവർ പോകുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഈ ലീക്ക് വരാൻ സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ് കവർ പോകുമ്പോൾ ഈ നമ്മൾ ഓടിക്കുന്ന മണ്ണും കാര്യങ്ങളൊക്കെ ഈ സ്റ്റെമ്മിനകത്ത് അടിഞ്ഞു കൂടും. അപ്പോൾ ഇവിടെ ഒരു ഡസ്റ്റ് സീൽ ഉണ്ടെന്നുണ്ടെങ്കിലും കുറേയൊക്കെ ആകുമ്പോൾ ആ സീൽ ഈ മണ്ണ് ഒരഞ്ഞ് സീല് കംപ്ലൈൻ്റ് ആകും. സീല് കംപ്ലൈൻ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് ഓയിൽ ലീക്കായിട്ട് പുറത്ത് വരും. ഈ ഡസ്റ്റ് കവർ താഴേക്ക് വീഴാൻ കാരണം, ഡാമേജ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊരു എന്താ പറയുക, ഒരു പേപ്പറിൻ്റെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ഇതാണ് വരിക. ഇതിന് സീൽ പോലത്തെ ഒരു ഇതിനുള്ളിൽ കയറി നിൽക്കുക ചെയ്യുക. അപ്പോൾ ഇത് കുറേയൊക്കെ ഓടുമ്പോൾ ഇത് ദ്രവിച്ച് കഴിഞ്ഞാൽ ഇത് നേരെ താഴെ അങ്ങ് വീഴും. ഇതിലാണ് ഇതിൻ്റെ പിടുത്തം നിൽക്കുന്നത്. ഇത് നേരെ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കിടന്ന് നമ്മൾ ഓടിക്കുമ്പോൾ കിട് എന്നുള്ള സൗണ്ട് ബാക്കിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചില വണ്ടികളൊക്കെ കാണാറുണ്ട്, ഇത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് വണ്ടി വിടും. അപ്പോൾ ആ സൗണ്ട് നിൽക്കും, പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷോക്ക് കംപ്ലൈൻ്റ് ആവും. റിയലിലെ ഷോക്ക് കംപ്ലൈൻ്റ് ആവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് കയറി ഡസ്റ്റ് സീല് പോയിട്ടാണ് അങ്ങനെ ആവുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കിറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിലെ കിറ്റായിട്ട് കിട്ടും, കിറ്റായിട്ട് തനിയെ മാറ്റി വിടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്ക് കംപ്ലീറ്റ് ഷോക്കായിട്ട് മാറുക. ഇത് ജെന്യൂണിൽ കിട്ടാൻ പാടാണ്, കിറ്റ് ഔട്ടർ മാർക്കറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഷോക്ക് അസംബ്ലി കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ഇത് റിയറിന് സൗണ്ട് വന്നുകൊണ്ടിരുന്നത് ഈ റിയർ ഷോക്കാണ്. അപ്പുറത്തും ഇപ്പുറത്തും സെയിം കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ റിയറിലെ ഷോക്ക് നമുക്ക് ഇതിനകത്ത് മാറാം. അതേപോലെ റിയറിലെ ഷോക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് മാരുതിയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഏകദേശം 1690 രൂപ റേറ്റ് വരുന്നുണ്ട്. മാരുതിയുടെ ഒറിജിനൽ തന്നെയാണ് ഇത്. ഈ ഷോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ് കംപ്ലീറ്റ് സെറ്റോട് കൂടിയിട്ടാണ് വരുന്നത്. 2 ഷോക്കും എടുത്തിട്ടുണ്ട്, 2 മാരുതിയുടെ ഒറിജിനൽ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതും മാരുതിയുടെ ഒറിജിനൽ തന്നെയാണ്. 455 രൂപ വില വരുന്നുണ്ട്. അതുപോലെ ഇത് എൻഡാണ്, ടയറോഡ് എൻഡാണ്. അത് 630 രൂപ വില തന്നെ. അതും ജെന്യൂൻ പാർട്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് റിയറിലെ ഷോക്ക് ആദ്യം കയറ്റിവിടാം. നമ്മൾ അഴിച്ച ഷോക്കാണിത്. നമ്മൾ ഫുള്ളായി പ്രസ് ചെയ്യുമ്പോൾ റിട്ടേൺ പൊങ്ങുന്നില്ല ഇതിനകത്ത്. ആക്ഷൻ തീരെ കുറവാണ്. അതുകൊണ്ടാണ് ആ ഫ്രണ്ടിൽ സൗണ്ട് വന്നുകൊണ്ടിരുന്നത് ഇതിനകത്ത്. ഇത് അടുത്ത സൈഡാണ്. ഇത് ഇപ്പുറത്തെയും അതേ കണ്ടീഷൻ തന്നെയാണ്. പൊങ്ങാൻ പ്രയാസമാണ്, റിട്ടേൺ പൊങ്ങുന്നില്ല. ഈ സാധനം ശരിക്കും ജെന്യൂണിൽ വരുന്നത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൊങ്ങണം. അത് കറക്റ്റായിട്ട് വർക്കാകുന്നില്ല. ഇപ്പോൾ നമ്മൾ പുതിയത് ഇത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് എടുക്കുമ്പോൾ അമർത്ത് അല്ല, ഇത് നമ്മളിപ്പോൾ പുതിയ ഷോക്കാണ്. കണ്ടോ എത്രത്തോളം സ്പീഡിലാണ് റിട്ടേൺ വരുന്നത്. ഇത് പുതിയ ഷോക്ക്. അത് നമ്മൾ MGP ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അല്ലേ, അതുകൊണ്ട് 1870 രൂപ റേറ്റ് വരുന്നുണ്ട് മാരുതിയുടെ ഒറിജിനൽ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. അതുപോലെ ഷോക്ക് മൗണ്ട് ഓയിൽ തന്നെയാണ്. 420 രൂപ സ്റ്റഡ് മൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതിൽ അസംബിൾ ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറ്റാം. ഇപ്പം നമ്മുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഷോക്ക്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ടയറോഡ് എൻഡ്, അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് പാഡും മാറിയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് നമ്മൾ MGP തന്നെ ഇട്ടിരിക്കുന്നത്, ഒറിജിനൽ തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് പാഡും മാറിയിട്ടുണ്ട്. നേരത്തെ ഇരുന്നത് ഇതിനകത്ത് TVSൻ്റെ തന്നെയാണ് ഇരുന്നത്. TVS തന്നെയാണ് ഒറിജിനൽ പാഡ് വരുന്നത് തന്നെ. പിന്നെ അതുപോലെ തന്നെ റിയറിലെ ഷോക്കും നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിനകത്ത് റിയറിലെ ഷോക്കും ഫുള്ളായിട്ട് ചേഞ്ച്. അത് കിറ്റോടെ കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഈ കാണുന്ന സാധനമാണ് കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ച്. ഇത് കുറേ കാലം ആകുമ്പോൾ ഇത് ദ്രവിക്കും. ഇതിൽ വെള്ളം അങ്ങനെയുള്ളതൊക്കെ പെടുമ്പോൾ ഇത് ദ്രവിച്ചിട്ടാണ്. ഇതിലാണ് ഈ ഈ കവറ് ലോഡ് ചെയ്ത് നിൽക്കുന്നത്. ഇത് ദ്രവിച്ച് കട്ടാവുമ്പോൾ ഈ കവർ നേരെ താഴെ വീഴും. ഇതൊരു ഫൈബർ പോലെയുള്ള ഒരു മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് ഫൈബർ പോലെ. ഈ സാധനം മെറ്റലിൽ അടിക്കുമ്പോൾ കട എന്നുള്ള സൗണ്ട് വരും. അതാണ് ബാക്കിൽ സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റും സസ്പെൻഷൻ വർക്കും കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. വേറെ ലോവർ ആമിലോ അങ്ങനെയുള്ളതിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ ഇതാണ് നമ്മൾ മാറ്റിയ ഷോക്ക്. വേണ്ട, പൊട്ടിയിട്ട് കണ്ട് ദ്രവിച്ച് പോയിട്ട് കംപ്ലീറ്റും ഇതായിരിക്കുകയാണ്. അത് മാത്രമല്ല ഇതിൽ ഒട്ടും തന്നെ ആക്ഷൻ ഇല്ല. അമർത്തിയാലും ഒട്ടും തന്നെ ആക്ഷൻ ഇല്ല, കംപ്ലീറ്റും പോയതാണ്. അതുപോലെ ലീക്ക് നമുക്ക് ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഓയിലടിച്ച് ആ ഡസ്റ്റ് കവർ പോയിട്ട് സീൽ പോയിട്ട് കംപ്ലീറ്റ് ഓയിലടിച്ചിരിക്കുകയാണ്. കണ്ട ഇത്രത്തോളം ഓയിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓയിൽ പ്രഷർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം കിട് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കും. ഒന്ന് ഈ കവറിൻ്റെ സൗണ്ടും ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഈ ഷോക്കിൻ്റെ ഒരു കിട് നോർമൽ റോട്ടിൽ പോകുമ്പോൾ തന്നെ നല്ലപോലെ സൗണ്ട് ഉണ്ടാക്കും.
നമ്മളതും മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്വിഫ്റ്റിൻ്റെ കംപ്ലീറ്റ് വർക്കും ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക റണ്ണിങ് ആണ്. അതുപോലെ തന്നെ കട്ട് റോട്ടിലൊക്കെ പക്ക പെർഫെക്റ്റ്ലി സെറ്റാണ്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഷോക്ക് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആക്ഷൻ തീരെ ഇല്ലാത്തത് കൊണ്ട് കടകടാന്നുള്ള സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല സ്റ്റെയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റും ടയറോട്ട് എൻഡും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ റാക്കിൻ്റെ ബുഷും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. റാക്കിൻ്റെ ബുഷ് നേരിയ ഷേക്കാണ്, പക്ഷേ എങ്കിൽ അത് നമുക്ക് ഇപ്പം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1000-2000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും വീണ്ടും അതും സൗണ്ട് വരും. അപ്പോൾ നമ്മൾ ഇത്രയും സസ്പെൻഷൻ വർക്ക് ചെയ്തിട്ട് അത് വീണ്ടും സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് കൈയോടെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ റിയറിലെ ഷോക്ക് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഓയിൽ അടിച്ചത് കൊണ്ടും ആ ഡസ്റ്റ് കവർ ഫുള്ള് താഴെ വീണത് കൊണ്ടാണ് സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. റൈറ്റ് സൈഡ് ഫുള്ള് ഓയിൽ അടിച്ച് ഷോക്കിൽ ഒന്നും ആക്ഷൻ ഇല്ല, കൊടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഹെവി സൗണ്ട് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വണ്ടി പക്ക പെർഫെക്ഷൻ ആണ്. ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റ് മാത്രം പെൻഡിങ് ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്യേണ്ടി വരും. ബാക്കി വണ്ടി ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.